ഹലോ, ഇന്നത്തെ ടോപ്പിക് നമ്മുടെ മുട്ടിൻ്റെ ലിഗ്മെൻറ്റ് ഇഞ്ചുറിനെ പറ്റിയാണ്. നേരത്തെ നമ്മൾ ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗ്മെൻറ്റിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് വേറൊരു ലിഗ്മെൻറ്റിനെ പറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ നീ ജോയിൻറ്റ് ഇങ്ങനെ മടങ്ങുന്നൊരു ജോയിൻറ്റാണ്. നമുക്കിങ്ങനെ സൈഡ് ടു സൈഡ് ഇങ്ങനെ ഫ്രണ്ടും ബാക്ക് ആക്ഷൻ ഇല്ല. സൈഡ് ടു സൈഡ് മോഷൻ വരാതിരിക്കാൻ നമുക്ക് രണ്ട് സൈഡിൽ ഇങ്ങനെ ലിഗ്മെൻറ്റ്സ് ഉണ്ട്. ഈ സൈഡിലത്തെ ലിഗ്മെൻറ്റ് പൊട്ടിയാൽ എന്താ പറ്റുക? മുട്ടി ഇങ്ങോട്ടേക്ക് പോകും. അതായത് തൊടയുടെ ഉൾഭാഗത്തൊരു ലിഗ്മെൻറ്റ് MCL, മീഡിയൽ കൊളാട്രൽ ലിഗ്മെൻറ്റ്. സോ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പേഷ്യൻ്റ് നടക്കുമ്പോൾ ഈ ലിഗ്മെൻറ്റ് പൊട്ടുമ്പോൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. സോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുട്ടിങ്ങനെ അകത്തേക്ക് തുറന്നുകൊണ്ടിരിക്കും. സോ എന്താ പറ്റുക? എല്ലുകൾ തമ്മിൽ ഒരയാൻ തുടങ്ങും, തേയ്മാനങ്ങൾ വരും. അതുകൂടാതെ ബാക്കിയുള്ള ലിഗ്മെൻറ്റ്സ്, ഒരു ലിഗ്മെൻറ്റ് ലൂസായാൽ ബാക്കിയുള്ള ലിഗ്മെൻറ്റ്സ് ലൂസാവാൻ തുടങ്ങും. ഇപ്പം എൻ്റെ ഷർട്ട് കീറി പോകുന്ന പോലെയാണ്. 2-3 തുന്നൽ വിട്ടാൽ കൈ അനക്കിക്കൊണ്ടിരുന്നാൽ തുന്നൽ മൊത്തമായിട്ട് പോകും. സെയിം പ്രിൻസിപ്പൾ. ഒരു ലിഗ്മെൻറ്റ് പോയാൽ നമ്മളത് ശരിയാക്കിയിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള ലിഗ്മെൻറ്റ്സൊക്കെ പൊട്ടിപ്പോകാൻ തുടങ്ങും. ഇതിൻ്റെ ഡയഗ്നോസിസ് നമ്മളത് പരിശോധിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റാം. MRI മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അധികം സിവിയർ ആണെങ്കിൽ ആ ലിഗ്മെൻറ്റ് തുന്നി പിടിപ്പിക്കേണ്ടി വരും. സിവിയർ അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റർ കൊണ്ട് ചികിത്സിക്കാം. എനിവേ, മുട്ട് തെറ്റിക്കൊണ്ടിരുന്നാൽ ഏറ്റവും പെട്ടെന്ന് ഡോക്ടറിനെ കാണിക്കാം. താങ്ക് യു.